പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയോടുകൂടി 1000 ആണ്ട് വാഴ്ച എന്ന വിഷയത്തിന് ഒരു സമാപ്തി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം വളരെ ചെറിയ ചെറിയ മെസ്സേജുകളാണെങ്കിലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും അത് അനുഗ്രഹപൂർണമായി തീർന്നു എന്ന് ഞാനും വിശ്വസിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തുന്ന പദം 1000 എന്ന ഒരു പദമാണ്. അതായത് വേദപുസ്തകത്തിൽ ചില 1000ങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നത് കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു ദിവസം പോലെയും എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ മുൻപിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു ചോദ്യം, ഈ 1000 വർഷം എന്ന് പറയുന്നത് ഒരു ദിവസമാണോ അല്ലെങ്കിൽ അത് ഒരു 1000 വർഷമാണോ എന്നുള്ളൊരു ചോദ്യം വരുവാനിടയായി. അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന 1000, അതായത് മുൻപ് ഞാൻ പറഞ്ഞ 2000ങ്ങളെക്കുറിച്ച് കാണുന്നതും ഇവിടെ പരാമർശിക്കപ്പെടുന്ന 1000വും തമ്മിൽ യാതൊരുവിധമായ ബന്ധവും ഇല്ല എന്ന് ആദ്യം പറയട്ടെ. കാരണം മുൻപ് പറഞ്ഞ 2000ങ്ങൾ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം, 1000 ദിവസം ഇങ്ങനെ പറയുന്ന പദങ്ങൾക്ക് ഈ മില്ലേനിയൽ കിങ്ഡവുമായിട്ട് യാതൊരുവിധമായ ബന്ധവുമില്ല. അത് പഠിപ്പിക്കുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുള്ള 1000 ആണ്ട് വാഴ്ച. അത് പ്രതീകാത്മകമായി തന്നെ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. ആ 1000 വർഷം എന്ന് പറയുന്നത് 1000 വർഷം തന്നെയാണ്. അതിന് ഒരു ദിവസമെന്നോ അല്ലെങ്കിൽ 1000 ദിവസമെന്നോ അങ്ങനെയുള്ളൊരു പഠിപ്പിക്കലുകൾ ഇല്ല. ഇനി ഞാൻ ഇതിനു മുൻപ് ചെയ്ത ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ പ്രീ മില്ലേനിയലിസം എന്ന് പറയുന്ന ഒരു പദവിയുണ്ട്. പ്രീ മില്ലേനിയലിസം അതായത് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത, സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നു, ശേഷം 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം, അതിനുശേഷമായി നടക്കുന്ന അർമഗദോൻ യുദ്ധം, അതിനുശേഷമായി നടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത, അതിനുശേഷം നടക്കുന്ന 1000 ആണ്ട് വാഴ്ച. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡറായിട്ട് പോകുന്നത്. ആ 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ പ്രതീകാത്മകമായി തന്നെ ഇവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. ഈ വേദപുസ്തകത്തിലെ ഒരു പദം ഇങ്ങനെയാണ്: നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന്. ഈ ദീർഘായുസ് എന്ന് പറയുന്ന പദം നമ്മൾ വിചാരിക്കുന്നത് ഇവിടുത്തെ 70 80 അല്ലെങ്കിൽ 100 120 ഒക്കെ വർഷം ജീവിച്ചിരുന്നാൽ അതിനെയാണ് ദീർഘായുസ് എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ തെറ്റി. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് 70 ഏറെ ആയാൽ 80. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആയുസ്സിനെ അല്ല ദീർഘായുസ് എന്ന് പറയുന്നത്. ദീർഘായുസ് എന്ന് പറയുന്ന പദം ആരംഭിക്കുന്നത് നമുക്കറിയാം, ഇവിടുത്തെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം കർത്താവ് വെള്ളസിംഹാസനം വെക്കുന്നു. വെള്ളസിംഹാസനം വെച്ചതിന് ശേഷം ഇവിടെ നിന്നും ദുഷ്ടന്മാരെ ന്യായം വിധിക്കുകയാണ്. അങ്ങനെ ദുഷ്ടന്മാരുടെ ന്യായവിധി അനന്തരം നടക്കുന്നത് ദൈവത്തിൻ്റെ ജനം ദൈവവുമായി നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ദൈവം തൻ്റെ ജനത്തെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഇതിനെയാണ് പ്രീ മില്ലേനിയലിസം എന്ന് പഠിപ്പിക്കുന്നത്. എന്നാൽ
ഇതിന് എഗനിസ്റ്റായിട്ട് പഠിപ്പിക്കുന്നവരുമുണ്ട്. അത് പോകട്ടെ. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവിടെ ഈ പറയപ്പെട്ട ആയിരങ്ങളല്ല, മറിച്ച് പ്രതീകാത്മകമായി അക്ഷരാർത്ഥത്തിൽ 1000 വർഷം നമ്മളിവിടെ ഈ ഭൂമിയിൽ കഴിയുകയാണ്. അപ്പോൾ ആ 1000 വർഷത്തെയും നമുക്ക് ദീർഘായുസ് എന്ന് പറയുവാൻ കഴിയും. അങ്ങനെ അവൻ ദീർഘായുസ് കൊണ്ട് നമുക്ക് നന്മ വരുത്തുകയും തൃപ്തി വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഈ പകൽക്കാലം സമർപ്പിക്കാം. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ പഠനങ്ങൾ എല്ലാം അനുഗ്രഹപൂർണ്ണമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.